വെൽക്കം ടു ട്രേഡ് റൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. അതിൽ ഇന്നലെ പറഞ്ഞിരിക്കുന്ന 2 എൻട്രി സാധ്യതകളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന്, നമ്മുടെ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹൈനെയും ലോയിനെയും മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് അതിന് തൊട്ട് മുന്നേ ക്രിയേറ്റ് ചെയ്ത ലോയിനും കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടം വരെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോവുകയായിരുന്നു. മുകളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലൊരു സ്ട്രോങ് ക്യാൻഡിലോട് കൂടിയിട്ട് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് വരുന്ന റീടെസ്റ്റിൽ നമുക്ക് ഒരു എൻട്രി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻട്രിയുടെ ടാർഗറ്റ് ഏറെക്കുറെ ഇംബാലൻസ് വരെയായിരുന്നു പറഞ്ഞത്, റെസിസ്റ്റൻസ് ഏരിയയിലെ അവിടം വരെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പറഞ്ഞിരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ മുകളിലോട്ട് കയറിയതിനു ശേഷം ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാം, ഒരു സപ്പോർട്ടിന് ഇറങ്ങി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നല്ലൊരു ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് തന്നെ പോവാം. അപ്പൊ ഇത്രയാണ് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ അനാലിസിസ് നോക്കാം. അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം. വൺ ഡേ ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിൽ ഹൈ ആണ് മാർക്ക് ചെയ്യുന്നത്. നോക്കിയാൽ കാണാം, ഈ ഒരു ക്യാൻഡിൽ ഹൈയിൽ നിന്ന് നല്ലൊരു സപ്ലൈ താഴോട്ടേക്ക് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ക്യാൻഡിലിന്റെയും ഹൈനെ മാർക്ക് ചെയ്യുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഇന്ന് അവിടെ വന്നിട്ടാണ് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ഒന്ന് നിൽക്കുന്നത്. നമുക്ക് കുറച്ച് മുകളിലോട്ട് പോയിന്റ് ആയിരുന്നു, അതിന്റെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് എന്തായാലും നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്തിടാം. അതുപോലെ തന്നെ നോക്കിയാൽ കാണാം, വീണ്ടും താഴോട്ടേക്ക് വരുമ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ഈ ക്യാൻഡിലിന്റെ ഓപ്പണിംഗിൽ ഒരു സപ്പോർട്ട് ഏരിയ നമുക്ക് കാണാം. അപ്പൊ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി അതിന്റെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഇംബാലൻസ് കാണാം. ആ ഒരു ഇംബാലൻസിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഇന്ന് മാർക്ക് ചെയ്തിടുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നുണ്ട്. ഇനി റീടെസ്റ്റിന് വരാനുള്ള സാധ്യതയുണ്ട്. റീടെസ്റ്റിന് വരികയാണെങ്കിൽ ഈ ഏരിയയിലേക്കാണ് വരാനുള്ള സാധ്യത കൂടുതൽ കാണുന്നത്. അപ്പൊ ഈ ഇംബാലൻസ് വരെ മാർക്ക് ചെയ്യുന്നുള്ളൂ. ആ ഇംബാലൻസിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു റെസിസ്റ്റൻസും കൂടി ഉണ്ട്, അതിനെയും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട്. പിന്നെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ ഏരിയാസോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി 1 അവറിലേക്കാണ് പോകുന്നത്. 1 അവറിൽ അനാലിസിസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മാർക്ക് ചെയ്ത 1-2 ലൈൻസിന്റെ കളർ ചേഞ്ച് ചെയ്യും. ഒന്ന് ഇംബാലൻസിന്റെ തൊട്ട് മുന്നുള്ള ഒരു ലൈനാണ്, അതിന് കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ കളറും ചേഞ്ച് ചെയ്തിടുന്നുണ്ട്, അതിനെയും ബ്ലൂ ആക്കി ഇടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് 1 അവറിൽ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ കാണുന്നുണ്ട്, അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് സപ്പോർട്ട് ഏരിയകളുണ്ട്, അത് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. അതുപോലെ തന്നെ ഇവിടെയും ഒരു സപ്പോർട്ട് ഉണ്ട്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് നോക്കി കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് നിന്നൊരു ഏരിയ ആണ്. അതൊരു സ്ട്രോങ് സപ്പോർട്ടാണ് അത്. അപ്പൊ എനിവേ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് മറ്റെന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ പോയിട്ടുണ്ടായിരുന്നു. ആ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക്ഔട്ട് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുള്ള ബ്രേക്ക്ഔട്ടാണ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി മുകളിലോട്ട് പോയിട്ട് പ്രധാനപ്പെട്ട എന്തെങ്കിലും ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിൽ ഇന്നലെ പറഞ്ഞ ഇംബാലൻസിൽ നിന്നാണ് മാർക്കറ്റ് കുറച്ചു നേരം നിന്നിട്ട് ഒന്ന് താഴോട്ടേക്ക് നിന്നിരിക്കുന്നത്. ഇനി അതിന് മുകളിൽ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്ത ഹൈ തന്നെയാണ്. വീണ്ടും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. വീണ്ടും ഉള്ളത് മൾട്ടിപ്പിൾ ടൈം നിൽക്കുന്ന ഒരു ഏരിയ ആണ്. അതിന്റെ മുകളിൽ ഒരു ഇംബാലൻസ് ഉണ്ട്, നേരത്തെ മാർക്ക് ചെയ്ത പോലെ. അപ്പോൾ ഇത്രയാണ് 50 മിനിറ്റ്സിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഉള്ളത്. എന്തായാലും നമുക്ക് എൻട്രി സാധ്യത എന്താണെന്നുള്ളത് കൂടി നോക്കാം. 50 മിനിറ്റ്സിലെ എൻട്രി സാധ്യത എന്ന് പറയുന്നത്, മാർക്കറ്റ് ഇവിടെ നിന്ന് കുറച്ച് മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത്, ഈ ഏരിയ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു 5 മിനിറ്റ്സിലോട്ടോ മറ്റോ മാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ലൊരു സപ്ലൈ കാണാം. നമുക്ക് അവിടെ കാണാം, 5 മിനിറ്റ്സിലോട്ടാണ് ഇപ്പോൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. നോക്കിയാൽ കാണാം, ഒരു നല്ലൊരു സപ്ലൈ നടന്നിട്ടുണ്ട്. അതിന്റെ താഴെ ഒരു ഇംബാലൻസും കൂടി ഉണ്ട്. അവിടേക്ക് എത്തുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു ചെറിയ റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. വലിയൊരു റിയാക്ഷൻ ആയിരിക്കില്ല, ഒരു ചെറിയ റിയാക്ഷൻ ആയിരിക്കും. അപ്പൊ അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്.
ആ ഒരു ഇംബാലൻസിൽ നിന്ന് ഒരുപക്ഷെ ചെറിയ റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ ഏറെക്കുറെയൊക്കെ ഒരു എൻട്രി കിട്ടാൻ സാധ്യതയുണ്ട്. ഏറെക്കുറെയൊക്കെ ഈ ലെവലിലേക്കൊക്കെ നമുക്കൊരു ടാർഗറ്റ് കിട്ടാം. അവിടെ നിന്ന് വലിയൊരു ക്യാൻഡിലോടുകൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ടാർഗറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്കാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി വീണ്ടും 50 മിനിറ്റ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരികയാണ്. അതായത് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ബ്ലൂ ലൈനാണ്. ഈ ബ്ലൂ ലൈനിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം, വലിയ വിക്കുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിക്കിന്റെ 50%ലേക്ക് വന്നിട്ട് തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നമുക്ക് അത് നോക്കിയാൽ മനസ്സിലാവും, ഏറെക്കുറെ 50% ആണ് മാർക്കറ്റിന്റെ ഈ ലെഗിന്റെ 50% കൂടിയാണ് ഈ ബ്ലൂ ലൈനിലേക്ക് വരുന്നത്. അപ്പൊ ഇവിടേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി സാധ്യത, രണ്ടാമത്തെ ഒരു ബൈ എൻട്രി സാധ്യത കാണുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു ബൈ എൻട്രി സാധ്യത എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം, ഇവിടെ മാർക്കറ്റ് കുറച്ചു നേരം ഒന്ന് കൺസോൾട്ടേഷൻ നടത്തിയിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. അവിടേക്ക് വരികയാണെങ്കിൽ അതിന്റെ തൊട്ട് താഴെ, അതായത് ഈ ഒരു ഏരിയയിലേക്ക് നിന്നൊക്കെ നമുക്ക് അടുത്തൊരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. ഇവിടേക്ക് വന്നിട്ട് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ബൈ എൻട്രി സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ബൈ എൻട്രി സാധ്യതകളുള്ള ഏരിയ. സെൽ എൻട്രി നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്നാണ് നമ്മൾ ചെറിയൊരു സെൽ എൻട്രി ആണ് കാണുന്നത്. ഇനി ആ ഒരു സെൽ എൻട്രി കൺഫേം ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങി ഇപ്പൊ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ലൈനിന്റെ താഴോട്ടേക്ക് ഇറങ്ങണം. ആ ലൈനിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ആ ലൈനിന്റെ താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞാലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബ്ലൂ ലൈനിലേക്ക് അല്ലെങ്കിൽ ഇവിടേക്ക് ഈ 3 ഏരിയയിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കറന്റ്ലി നിൽക്കുന്ന ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എത്തേണ്ട മറ്റൊരു ഏരിയ ഈ ഒരു ഏരിയ ആണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ലൊരു സഡൻ മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നേരമായിട്ട് ഇവിടെ കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു സഡൻ മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഡയറക്റ്റ് ചിലപ്പോൾ പോയിട്ട് ഇതിനെ ഹിറ്റ് ചെയ്യും. ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ നിന്നും ചെറിയൊരു കറക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കറക്ഷൻ കിട്ടാനാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഇവിടേക്ക് എക്സ്പെക്ട് ചെയ്യാം, ഇവിടേക്കൊക്കെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട്, അതായത് ഈ ഒരു ലൈനിൽ നിന്ന് സ്ട്രോങ് ആയിട്ട് പോയിട്ട് ഈ ഒരു ബ്ലൂ ലൈന് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ ഈ ഒരു ടാർഗറ്റ്, അതായത് നമ്മുടെ ഒരു ഇംബാലൻസിലേക്ക് എത്തുന്ന സമയത്ത് ഒന്ന് എക്സ്പെക്ട് ചെയ്യാം. നല്ലൊരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു റീടെസ്റ്റ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നല്ലൊരു റിവേഴ്സൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് കയറി പോകുന്ന ഒരു പാറ്റേൺ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ടാർഗറ്റ് വെക്കാം. അതെല്ലാം ലൈവ് മാർക്കറ്റിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന എല്ലാവരും പറയുന്ന ഏരിയ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ബ്ലൈൻഡ്ലി ഒരിക്കലും ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.